ദിവസങ്ങൾക്ക് മുൻപാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ 430 യാത്രക്കാരുമായി ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വേറ്റയിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തത്. ബന്ദികളെ മോചിപ്പിക്കുകയും പാകിസ്ഥാൻ തീവ്രവാദികളായി വിശേഷിപ്പിക്കുന്ന BLA പോരാളികളെ വധിക്കുകയും ചെയ്തുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അവരുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഫോട്ടോഗ്രാഫുകളോ വീഡിയോ തെളിവുകളോ പാകിസ്ഥാൻ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ഇത് ഊഹാപോഹങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ പരാജയമാണ് സംഭവത്തിന് പിന്നിലെന്ന് പാകിസ്ഥാൻ ആർമി തന്നെ സമ്മതിക്കുമ്പോഴാണ് അയൽരാജ്യമായ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നും BLA ഉപയോഗിച്ചത് ഇന്ത്യൻ ആയുധങ്ങളാണെന്നുമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമൊക്കെ പറയുന്നത്. ആക്രമണകാരികളുടെ സംരക്ഷകർ അഫ്ഗാൻ ആസ്ഥാനമായുള്ളവരാണെന്നും ഇന്ത്യയാണ് അവരെ സ്പോൺസർ ചെയ്തതെന്നുമായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം. നമുക്കറിയാം, ലോക ഭീകരതയുടെ സ്പോൺസർമാരാണ് പാകിസ്ഥാൻ എന്നത്. ട്രെയിൻ റാഞ്ചിലെ തങ്ങൾക്കുണ്ടായ വീഴ്ചയും നാണക്കേടും മറയ്ക്കാനാണിപ്പോൾ ഇന്ത്യക്ക് നേരെ വിഷയം തിരിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ ഇന്ത്യയും തയ്യാറായിട്ടില്ല. പാകിസ്ഥാന്റെ നാവിറങ്ങിപ്പോകുന്ന തരത്തിലുള്ള മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനെന്ന് ലോകത്തിനാകെ അറിയാമെന്ന് കുറ്റപ്പെടുത്തിയ ഇന്ത്യ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറയുകയുണ്ടായി. പാകിസ്ഥാൻ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളയുന്നു. ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിനാകെ അറിയാം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം സ്വന്തം പ്രശ്നങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമെന്തെന്നറിയാൻ പാകിസ്ഥാൻ അവരിലേക്ക് തന്നെ നോക്കണമെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫ്കത്ത് അലി ഖാനാണ് ആരോപണം ഉന്നയിച്ചത്. ഹൈജാക്കിങ്ങുമായി ബന്ധപ്പെട്ട കോളുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വന്നതെന്നതിന് പാകിസ്ഥാന്റെ കൈവശം തെളിവുണ്ടെന്നും ഇയാൾ പറഞ്ഞിരുന്നു. പാകിസ്ഥാനെതിരായ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിൽ ഇന്ത്യ പങ്കാളിയാണെന്നും ഇയാൾ വിമർശിച്ചിരുന്നു.